മുസ്ലിം ലീഗ് നേതാവ് കെ.എം. ഷാജിക്കെതിരായ +2 കോഴക്കേസിൽ സംസ്ഥാന സർക്കാരിന് തിരിച്ചടി. വിജിലൻസ് കേസ് റദ്ദാക്കിയതിനെതിരെ സംസ്ഥാന സർക്കാർ നൽകിയ അപ്പീൽ സുപ്രീം കോടതി തള്ളി. ഇ.ഡി നൽകിയ ഹർജിയും തള്ളിയിട്ടുണ്ട്. ആർ അച്യുതൻ ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുകയാണ്. അച്യുതൻ, ഈ അന്വേഷണം പൂർത്തിയാവുന്നതിന് മുമ്പേ കേസ് റദ്ദാക്കപ്പെട്ടു എന്ന കാര്യം ചൂണ്ടിക്കാട്ടിയാണ് സംസ്ഥാന സർക്കാർ കോടതിയിലേക്ക് പോയത്. ഇങ്ങനെ ഈ അപ്പീൽ തള്ളുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ കോടതി ചൂണ്ടിക്കാട്ടുന്നുണ്ട്? റിജിത്ത്, പൊതുവെ ഇന്ന് വാദം തുടങ്ങിയ ഘട്ടത്തിൽ തന്നെ സംസ്ഥാനം ചൂണ്ടിക്കാട്ടിയ കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് അന്വേഷണം പൂർത്തീകരിക്കാനായിട്ടില്ല, അതിൻ്റെ ഒരു മധ്യത്തിൽ വെച്ചാണ് ഹൈക്കോടതി ഇടപെടൽ ഉണ്ടായത്. പൂർത്തീകരിച്ചാൽ മാത്രമേ വസ്തുത പുറത്തു വരൂ എന്നുള്ളൊരു ആവശ്യം മുന്നോട്ട് വെച്ചു. ഒപ്പം തന്നെ ഈ പല മൊഴികൾ മാറ്റി നൽകിയത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി. പക്ഷേ അപ്പോഴും കോടതിയുടെ നിരീക്ഷണം കെ.എം. ഷാജിക്ക് കൈക്കൂലി നൽകിയതായോ അല്ലെങ്കിൽ കൈക്കൂലി ആവശ്യപ്പെട്ടതായോ ഒരിടത്തും ഈ മൊഴികളിൽ പറയുന്നില്ല. 54 മൊഴികൾ ഈ കേസുമായി ബന്ധപ്പെട്ട വിജിലൻസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ മൊഴികളിൽ ഒരിടത്ത് പോലും കെ.എം. ഷാജിക്ക് നേരിട്ട് കൈക്കൂലി നൽകുകയോ അല്ലെങ്കിൽ ആവശ്യപ്പെടുന്നതായി ബന്ധപ്പെട്ടോ ഒരു തരത്തിലുള്ള ഒന്നും തന്നെ മൊഴികളിൽ ഇല്ല എന്നതായിരുന്നു കോടതിയുടെ നിരീക്ഷണം. അത് വിലയിരുത്തിക്കൊണ്ട് തന്നെയാണ് സുപ്രീം കോടതിയുടെ ഇടപെടൽ ഈ ഒരു ഹർജിയിന്മേൽ ഉണ്ടായിരിക്കുന്നത്. എന്നാൽ സംസ്ഥാനം ഈ രാഷ്ട്രീയ പ്രേരിതമാണെന്ന കെ.എം. ഷാജിയുടെ വാദത്തിനെതിരായ വാദം ഉന്നയിച്ചു. ആ തരത്തിൽ രാഷ്ട്രീയ പ്രേരിതമാണെന്ന ഘടകം ഈ ഘട്ടത്തിൽ സ്വീകരിക്കരുത് എന്നുള്ള കാര്യവും ചൂണ്ടിക്കാട്ടി. പക്ഷേ കോടതി എന്തായാലും അത്തരം നിരീക്ഷണങ്ങളിലേക്കൊന്നും തന്നെ കടന്നില്ല. മറിച്ച് സുപ്രീം കോടതി സംസ്ഥാനത്തിൻ്റെയും ഇ.ഡിയുടെയും ആവശ്യപ്പെട്ടിട്ടുള്ള ആ വിജിലൻസ് അന്വേഷണം റദ്ദാക്കിയ ഹൈക്കോടതി നടപടിയെ ചോദ്യം ചെയ്തുള്ള ഹർജി അത് തള്ളുകയാണ് സുപ്രീം കോടതി ചെയ്തത്. 2014 ഈ അഴീക്കോട് സ്കൂളിൽ +2 ബാച്ച് അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട് 25 ലക്ഷം രൂപ കെ.എം. ഷാജി കൈക്കൂലി വാങ്ങി എന്ന പരാതിയിൽ വിജിലൻസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിക്കുന്നത്. അതൊടുവിൽ ഹൈക്കോടതി ഇടപെട്ട് ആ കേസ് റദ്ദാക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അതിനെതിരെയായിരുന്നു സംസ്ഥാനവും ഇ.ഡിയും സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നത്. ശരി, ആർ അച്യുതൻ വിവരങ്ങൾ നൽകുകയായിരുന്നു. കെ.എം. ഷാജി കോഴ ചോദിച്ചതിന് ഒരു മൊഴിയെങ്കിലും ഉണ്ടോ എന്നുള്ള ചോദ്യം കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയാണ്. 54 മൊഴികൾ വിശദമായി പരിശോധിച്ചു. അതിലൊന്നും ഈ കെ.എം. ഷാജി പണം ചോദിച്ചു എന്നതുമായി ബന്ധപ്പെട്ട് ഒരു മൊഴി പോലും കോടതിക്ക് മുമ്പിൽ എത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന കാര്യവും കോടതി ചൂണ്ടിക്കാട്ടുന്നുണ്ട്. സംസ്ഥാന സർക്കാരിന് തിരിച്ചടിയാണ്. വിജിലൻസ് കേസ് റദ്ദാക്കിയതിനെതിരെ സംസ്ഥാന സർക്കാർ നൽകിയ അപ്പീൽ സുപ്രീം കോടതി തള്ളിയിരിക്കുന്നു.